കുറച്ചുകൂടെ പുറകോട്ട് മാറി ഈ വശത്തോട്ട് മാറിക്കുക അവർക്കൊന്ന് ഭംഗിയായിട്ട് കവറിലേക്ക് പോകുന്നു. കുറച്ചുകൂടെ ഇനി സംസ്കാരത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ സൈന്യത്തിൻ്റെ ഔദ്യോഗിക ബഹുമതി ആദരമർപ്പിക്കൽ അത് കഴിഞ്ഞിരിക്കുന്നു, പൂർത്തിയായിരിക്കുന്നു. കാരൂർ സെയിൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1968 ഫെബ്രുവരി 7 ലഡാക്കിൽ നടന്ന വിമാന അപകടത്തിലാണ് തോമസ് ചെറിയാൻ ഉൾപ്പെടെ ഉള്ള 103 സൈനികർ, അതിൽ 96 സൈനികരാണ്, സൈനിക ഉദ്യോഗസ്ഥരാണ്. അവരെ കാണാതായി എന്ന വാർത്ത ആദ്യം വരുന്നത്. പിന്നീട് എവിടെയാണ് വിമാനം തകർന്നു വീണത് എന്ന ലൊക്കേഷൻ അത് സൈന്യത്തിന് ലഭിക്കാതാവുന്നു. തെരച്ചിൽ അന്ന് തൊട്ട് തുടങ്ങുന്നതാണ്. പിന്നീട് അത് മഞ്ഞുമലയിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. അപ്പോഴും അതിലെ യാത്രക്കാർ, സൈനികരൊക്കെ എവിടെ എന്ന ചോദ്യം ബാക്കിയാവുകയായിരുന്നു. പലപ്പോഴായി പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ആയിരത്തി 1968 ഈ വിമാന അപകടം നടക്കുമ്പോൾ അന്ന് സൈനിക ക്യാമ്പിലെ പരിശീലനം ഒക്കെ പൂർത്തിയായ ശേഷം, പോസ്റ്റിംഗ് കിട്ടിയ ശേഷം മടങ്ങുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാവുന്നത്. 96 സൈനികരുൾപ്പെടെ 103 പേരാണ് ആ വിമാനത്തിൽ നിന്ന് ഉണ്ടായിരുന്നത്. അപകടം സംഭവിച്ച ശേഷം അതിനെക്കുറിച്ച് വിവരങ്ങൾ സൈന്യത്തിന് ലഭിക്കാൻ തന്നെ സമയമെടുത്തു. പിന്നീട് വിമാനം അപകടത്തിൽപ്പെട്ടു, അത് തകർന്നു വീണു എന്ന വിവരം സൈന്യത്തിന് ലഭിക്കുന്നു. പിന്നീടുള്ള തെരച്ചിൽ പല ഘട്ടങ്ങളെ നടന്നു. പലപ്പോഴും പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു സേനാ വിഭാഗങ്ങൾ. ആ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനിയും കണ്ടെത്താനുണ്ട ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ ഇപ്പോഴും തുടരുകയാണ് മേഖലയിൽ എന്നാണ് സേനാ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തെരച്ചിൽ നടക്കുന്നതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തെരച്ചിൽ നടക്കുന്നതിനിടെ തോമസ് ചെറിയാൻ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ, 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി സൈന്യം കണ്ടെത്തുന്നത്. അതിനുശേഷം ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. 56 വർഷങ്ങൾക്ക് ശേഷമാണ് ആ വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവൻ ആ വിമാനാപകടത്തിൽ മരിച്ചു എന്നുള്ള വിവരം. എന്നെങ്കിലും ഇത്തരമൊരു വാർത്ത വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് കുടുംബാംഗങ്ങളെല്ലാം പ്രതികരിച്ചത്. ഇപ്പോൾ ഒരു സൈനികന്, ഒരു ധീര സൈനികന് ലഭിക്കേണ്ട രീതിയിൽ തന്നെയുള്ള വിടവാങ്ങൽ പ്രിയ സൈനികന് ലഭിക്കുന്നു. സേനാ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക ബഹുമതി അർപ്പിക്കൽ അത് പൂർത്തിയാവുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദേശീയ പതാക പുതപ്പിച്ച ഭൗതികദേഹം, അതിലാണ് ഈ ആദരമർപ്പിക്കൽ നടന്നത്. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.
22 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ വിമാനാപകടം തോമസ് ചെറിയാനും ഒപ്പം ആ വിമാനത്തിലുണ്ടായിരുന്ന 102 പേരെയും തേടിയെത്തിയത്. പരിശീലനമൊക്കെ പൂർത്തിയാക്കി പോസ്റ്റിംഗ് കിട്ടിയ ശേഷം മടങ്ങുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായതെന്നും കൂടി ഓർക്കുക. പിന്നീട് 56 വർഷങ്ങൾ, നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ഞുമലകൾക്കിടയിൽ നിന്നും മൃതദേഹം കണ്ടെടുക്കുന്നത്. പലപ്പോഴും പലരുടെയും മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയിരുന്നു. അപ്പോഴൊക്കെ ഇതാരാണ് എന്ന് തിരിച്ചറിയാനുള്ള നടപടികളിലേക്ക് സൈന്യം കടന്നിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തോമസ് ചെറിയാൻ്റെ മൃതദേഹം കണ്ടെത്തി എന്ന രീതിയിലുള്ള വാർത്ത ആ ധീരസൈനികൻ്റെ കുടുംബാംഗങ്ങളെ സേനാവൃത്തങ്ങൾ അറിയിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ കാരൂരിലേക്ക് ഈ ഭൗതികദേഹം എത്തിച്ചത്. വീട്ടിൽ പൊതുദർശനം നടത്തിയ സമയത്ത് വിവിധ കോണുകളിൽ നിന്നുള്ള നിരവധി ആളുകൾ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ഓർത്തഡോക്സ് പള്ളിയിലും, കാരൂർ ഓർത്തഡോക്സ് പള്ളിയിലും വലിയ ജനക്കൂട്ടം ഇപ്പോഴും അവിടെ ഉണ്ട്. ചടങ്ങുകളിലേക്ക് ഒരുക്കിക്കൂടി. ഇവരുടെ ശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലമുഖാതിരമായ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല ശൈലികളിൽ നിന്നും ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദത്തിലേക്ക് അവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ സഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകൂല സുബാൻ ലവൽമീ. പ്രയത്നങ്ങളുള്ള വിശ്രമത്തിനും യുദ്ധമുള്ള സംരക്ഷണത്തിനും വിശുദ്ധനാമത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രകാരം കർത്താവിദാസനിൽ സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരമർപ്പിച്ച ശേഷം ഇപ്പോൾ മതപരമായ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അന്തിമ ഘട്ടത്തിലേക്ക് ചടങ്ങുകൾ ഇപ്പോൾ കടക്കുകയാണ്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പുരോഹിതരുണ്ട്, ഒപ്പം തന്നെ സേനാ വിഭാഗങ്ങൾ അവിടെ തുടരുന്നുണ്ട്. ഒപ്പം സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട്. പ്രിയ സൈനികനെ വിട നൽകാൻ അവിടെ എത്തിയിട്ടുള്ള നിരവധി ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2019 ഈ അപകടം നടന്ന് പല ഘട്ടങ്ങളിലായി ആ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു.
ലഡാക്കിലെ മഞ്ഞുമലകൾക്കിടയിൽ. സൈന്യം മാറി മാറി പല ട്രൂപ്പുകളായി തിരിഞ്ഞ് പലയിടങ്ങളിലായി തെരച്ചിൽ നടത്തിയെങ്കിലും പലരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2019 5 പേരുടെ മൃതദേഹം ലഭിച്ചു എന്ന വാർത്ത സൈന്യം പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകുമോ എന്നൊക്കെയുള്ള അന്വേഷണം തോമസ് റിയാൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. എന്തെങ്കിലും ഒരു വിവരം കിട്ടുമോ എന്നറിയാൻ കുടുംബാംഗങ്ങൾ പലപ്പോഴായി ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ സമയത്ത് ആ വാർത്ത കുടുംബാംഗങ്ങളെ തേടിയെത്തുന്നത്. എന്തെങ്കിലും അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ ഉറപ്പിൽ തന്നെയായിരുന്നു കുടുംബാംഗങ്ങളെല്ലാം തന്നെയുള്ളത്. തങ്ങളുടെ പ്രിയപ്പെട്ടവൻ, നാടിനു വേണ്ടി രാജ്യത്തെ കാക്കാൻ പോയവൻ ഇനി ഇല്ല എന്ന ബോധ്യം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്ഥിരീകരിച്ചത്. പിന്നീട് സൈനിക നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയ ശേഷമാണ് കാരൂരിലേക്ക് മൃതദേഹം എത്തിച്ചത്. വീട്ടിലും നേരത്തെ പള്ളിയിലുമൊക്കെ നടന്ന പൊതുദർശന സമയത്ത് കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടേക്ക് എത്തിയിരുന്നു. കാരണം ഈ സംഭവത്തിന് ആ രീതിയിലുള്ളൊരു അപൂർവതയുണ്ട്. 56 വർഷം മുൻപ് നടന്ന ഒരു വിമാനാപകടം, അതിൽ മരിച്ചുപോയ 103 പേർ, അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരായുന്ന പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ, അതിൽ മലയാളിയായ തോമസ് റിയാനും ഉണ്ടായിരുന്നു. അങ്ങ് 56 വർഷങ്ങൾക്ക് ശേഷം മൃതദേഹം കണ്ടെത്തി എന്ന ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അതിലെ അപൂർവത നാട്ടുകാരുമൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മൃതദേഹം കണ്ടെത്തി എന്നൊരു വാർത്ത അറിഞ്ഞത് മുതൽ പിന്നീട് നാട്ടുകാർ കാത്തിരിക്കുകയായിരുന്നു അവസാനമായി പ്രിയ സൈനികനെ, ധീര സൈനികനെ ഒരു നോക്ക് കാണാൻ. 56 വർഷങ്ങളെന്ന് പറയുമ്പോൾ ആ സമയത്ത് സേനയിൽ ചേരുന്ന സമയത്ത് ജനിച്ചിട്ടില്ലാത്ത ആൾക്കാർ പോലും ഇവിടെ ഇപ്പോൾ ഈ സൈനികന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 56 വർഷങ്ങൾക്കിടയിൽ ആ കുടുംബത്തിലേക്ക് വന്ന പുതിയ ആൾക്കാർ, അവരൊക്കെ തന്നെ തങ്ങളുടെ ബന്ധുവിനെ വിവരം അന്വേഷിക്കുന്നുണ്ടായിരുന്നു സൈന്യവുമായി നിരന്തരം. ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ആ വിവരം ബന്ധുക്കളെ തേടിയെത്തിയത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തോമസ് ചെറിയാന് ഒരു നാട് ഒന്നടങ്കം വിട നൽകുകയാണ്. സമാധാനം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും 56 വർഷം മുൻപ് ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 1968 സൈനിക വിമാനാപകടത്തിൽ ഹിമാചൽ പ്രദേശിലെ ചുരത്തിൽ മലയാളിയായ സൈനികൻ തോമസ് ചെറിയാൻ മരിച്ചത്. വിമാനം തകർന്നു വീണ നാൾ മുതൽ തുടരുന്ന പര്യവേക്ഷണങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച തോമസ് ചെറിയാൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹം കണ്ടെടുത്തത്. 2019 ഇതിൽ 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. 18-ാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന തോമസ് ചെറിയാൻ ക്രാഫ്റ്റ്മാനായി ലഡാക്കിലായിരുന്നു ആദ്യ സേവനം അനുഷ്ഠിച്ചത്. അന്നുണ്ടായ വിമാന അപകടം 68-ലുണ്ടായ സൈനിക വിമാന അപകടത്തിലാണ് മലയാളിയായ സൈനികൻ തോമസ് ചെറിയാൻ മരിച്ചത്. ഹിമാചൽ പ്രദേശിലെ ഒരു ചുരത്തിലായിരുന്നു ഈ അപകടമുണ്ടായത്. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. തോമസ് ചെറിയാൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത്. AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, നാട് തോമസ് ചെറിയാൻ വിട നൽകുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി? ഇപ്പോൾ എത്രത്തോളം പേർ അവിടെ തോമസ് ചെറിയാൻ വിട നൽകാനായി അവിടെ എത്തിയിട്ടുണ്ട്? ജയശങ്കർ.
തങ്ങളുടെ പ്രിയപ്പെട്ടവന്, സ്വന്തം നാട്ടുകാരന്, സൈനികന് ആ നാട് വിട നൽകുകയാണ്. കാരൂർ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. തോമസ് ചെറിയാൻ എന്നൊരു സൈനികൻ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഈ നാട് അറിയുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വാർത്ത വന്നു, ചിത്രം വന്നു. ഇതിന് പിന്നാലെയാണ് ഈ നാട് ഇത്തരത്തിലൊരു സൈനികനെ കുറിച്ച് അറിയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഈ നാട്ടിലെത്തിയപ്പോൾ, ഇലന്തൂരെത്തിയപ്പോൾ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിന് ആദരവർപ്പിക്കാൻ എത്തിച്ചേർന്ന ഒരു കാഴ്ച നമ്മൾ രാവിലെ കണ്ടതാണ്. ആ കാഴ്ച ഇവിടെ ഈ പള്ളി അങ്കണത്തിലും ആവർത്തിക്കുന്നു എന്ന് തന്നെ പറയാം. അത്രമാത്രം ആളുകൾ, നൂറുകണക്കിന് ആളുകൾ, കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് തങ്ങൾ കേട്ടറിവ് പോലുമില്ലാത്ത ഒരു സൈനികന് വേണ്ടി, തങ്ങളുടെ നാട്ടുകാരന് വേണ്ടി, പ്രിയപ്പെട്ടതിന് വേണ്ടി ഈ പള്ളി അങ്കണത്തിലേക്ക് ഓടിയെത്തിയത്. ആ കാഴ്ച തന്നെയാണ്. അത്രമാത്രം വൈകാരികമാണ് ഇലന്തൂർ എന്ന് പറയുന്ന ഈ നാട്. ഈ കൊച്ചു ഗ്രാമം ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെ ഇതിനു മുമ്പ് ഒരിക്കലും കടന്നു പോയിട്ടില്ല. ഇങ്ങനെ ഒരു യാത്രയയപ്പ്, ഇങ്ങനെ ഒരു മരണം ഒന്നും അവർ കണ്ടിട്ടില്ല. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ ആദ്യമാണ്. ഇന്ന് രാവിലെ ഈ ഭൗതിക ദേഹം വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിലും മറ്റും നമ്മൾ കണ്ടതാണ്. ഈ സൈനിക വാഹനത്തിന് പിന്നാലെ ബൈക്കിലും നടന്നുമെല്ലാം ആളുകൾ ഓടുന്ന ഒരു കാഴ്ച. അതെല്ലാം ഈ ഗ്രാമത്തെ സംബന്ധിച്ച പുതിയ ഒരു കാഴ്ചയാണ്, പുതിയൊരു സംഭവമാണ്, പുതിയൊരു അനുഭവമാണ്. എന്തായാലും തങ്ങൾക്ക് വേണ്ടി 56 വർഷം മുമ്പ് ജീവൻ കൊടുത്ത ഒരു സൈനികനെ, തങ്ങളുടെ നാട്ടുകാരനെ ഏറ്റവും ഉചിതമായ രീതിയിൽ യാത്ര അയക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ നാട് നടത്തിയിരുന്നു. അത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ്. അത്രമാത്രം ആളുകൾ ഈ പള്ളിയങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പല ആളുകളും ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അത് എന്നിട്ട് പോലും നിരവധി ആളുകൾ ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ ഭാഗമായി അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നു. അത് ഒരു സൈനികന് കിട്ടുന്ന ആദരവാണ്, സൈന്യത്തിന് കിട്ടുന്ന ആദരവാണ്, രാജ്യത്തോടുള്ള രാജ്യസ്നേഹമാണ്. അതെന്തായാലും ഇലന്തൂരുകാർക്കുണ്ട്, അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ അന്ത്യനിമിഷത്തിൽ പോലും നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കിയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സൈന്യം അല്പം മുമ്പ് അവരുടെ പ്രിയപ്പെട്ടവന്, അവരുടെ ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് ഗാർഡ് ഓഫ് ഹോണർ നൽകി. അവരുടെ ആദരവ് ഏറ്റവും ഒടുവിൽ സമ്പൂർണ്ണ സൈനിക ബഹുമതികൾ നൽകിക്കഴിഞ്ഞു. ഇനി എന്തായാലും മതപരമായ കുറച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കി തോമസ് ചെറിയാൻ ഇലന്തൂരിന്റെ മണ്ണിൽ, ജന്മനാടിൽ ഇനി ഉറങ്ങും. എന്തായാലും അത് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ സംഭവം അത് നടക്കും. എന്തായാലും അതുവരെ നാട്ടുകാരുൾപ്പെടെ നിരവധി ആളുകൾ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി പള്ളിയങ്കണത്തിലുണ്ട്. ഈ കഥ പറയുകയാണെങ്കിൽ 1956 വർഷം മുമ്പാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു വിമാന അപകടത്തിൽ ഇദ്ദേഹം മരിക്കുന്നു. 18-ാം വയസ്സിലാണ് സൈന്യത്തിൽ ചേരുന്നത്. 22-ാം വയസ്സിൽ മരണം സംഭവിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും ആഘോഷിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഭൗതിക ശരീരമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 56 വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെത്തുന്നത്. അന്ന് ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വളരെ ചുരുക്കം പേർ മാത്രമേ ഇന്നീ നാട്ടിൽ ഇരിപ്പുള്ളൂ. ബാക്കി എല്ലാവരും പുതിയ തലമുറയാണ്, പുതിയ ആളുകളാണ്, പുതിയ ബന്ധുക്കളാണ്, കുടുംബത്തിൽ വന്നു കയറിയവരാണ്, നാട്ടിൽ വന്ന് കുടിയേറിയവരാണ്. പക്ഷേ അവരെല്ലാം തന്നെ ഇവിടെയുണ്ട്. തോമസ് ചെറിയാന് ഉചിതമായ ആദരവ് നൽകാൻ, ഉചിതമായ രീതിയിൽ യാത്ര അയക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ നാടും ഈ നാട്ടിലെ ജനതയും ഒരു വ്യത്യാസവും കാണിക്കാതെ ഈ പള്ളിയങ്കണത്തിലേക്ക് എത്തിച്ചേർന്നത്. ഉച്ചയോടെ ഈ പള്ളിയിലേക്ക് ഭൗതികദേഹം എത്തിയ സമയം മുതൽ പല ആളുകളും ഇവിടെ തന്നെയുണ്ട്. ഇതുവരെ അവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി മാത്രമേ ഈ ആളുകൾ പോകൂ എന്ന് ഉറച്ചു തന്നെയാണ് അവർ നിൽക്കുന്നത്. അത്രമാത്രം വൈകാരികമാണ് ഈ നാടിനെ സംബന്ധിച്ച് ഈ മരണം. ഇവർ അടുത്തൊന്നും ഇങ്ങനെ ഒരു മരണം, ഇങ്ങനെ ഒരു വാർത്ത ഇവർ കേട്ടിട്ടില്ല. ആദ്യമായാണ് ഇവർ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയായി, തങ്ങൾക്കറിയാത്തൊരു വ്യക്തിയായിട്ട് പോലും അവരുടെ പൂർണ്ണമായ സ്നേഹം, ആദരവ് ഈ ജനത, ഈ നാട് പങ്കുവയ്ക്കുന്നു. അത് നമ്മൾ രാവിലെ മുതൽ കാണുന്ന കാഴ്ചയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് രാവിലെ മുതൽ വ്യക്തമായിരുന്നു. ഓരോ ആളുകൾ ഓടിയെത്തുന്നു. മന്ത്രി വീണ ജോർജ് എത്തുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തിന്റെ മൃതശരീരം എത്തിയപ്പോൾ സ്വീകരിച്ചത് വീണ ജോർജ് ആണ്. ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരവ് അർപ്പിച്ചത് വീണ ജോർജ് ആണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്റെ സന്ദേശം ആന്റണി എംപിക്ക് കൊടുത്തയച്ചു. ഇവിടെ വായിക്കണം. അത്രമാത്രം ഈ നാടിനെ ഈ മനുഷ്യൻ സ്വാധീനിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇങ്ങോട്ട് എത്തിയതിനു ശേഷം അത്രമാത്രം സ്വാധീനിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലാണ്. ഈ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ പള്ളിയിൽ പ്രത്യേക കല്ലറ ഒരുക്കിക്കൊണ്ടാണ് ഈ സംസ്കാരം നടത്തുന്നത്. പൊതു ശ്മശാനത്തിലല്ല,
പൊതു സെമിത്തേരിയിലല്ല അടക്കുക എന്നതും വളരെ പ്രത്യേകം ആയി നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പ്രത്യേകം കല്ലറയിൽ പ്രത്യേകമായി ഈ സൈനികൻ എന്ന പരിഗണന നൽകിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഈ പള്ളി അങ്കണത്തിൽ അവർ വിശ്രമിക്കാൻ സ്ഥലമൊരുക്കി കൊടുക്കുകയാണ്. അത്രമാത്രം ഈ നാട് വൈകാരികമായി പ്രത്യേക പരിഗണനയോടുകൂടി തോമസ് ചെറിയാന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നു, പള്ളി ഒരുക്കുന്നു, നാട്ടുകാർ ഒരുക്കുന്നു, പോലീസ് രാവിലെ മുതലുണ്ട്, സൈന്യം ഇന്നലെ മുതൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഉള്ളത്. അത് അല്പസമയത്തിനകം പൂർത്തിയാകും. എന്തായാലും വലിയൊരു ജനതയെ സാക്ഷി നിർത്തി തോമസ് ചെറിയാൻ ഈ നാടിനോട്, ഇലന്തൂരിനോട് വിട പറയുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ സ്വന്തം പള്ളിയിൽ ഇനി ഉറങ്ങും. ഇനി ബന്ധുക്കൾക്കുൾപ്പെടെയുള്ള ആളുകൾക്ക് വന്നു കാണാൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ പള്ളിയിൽ, ഇലന്തൂരിലെ ഈ പള്ളിയിൽ ഉണ്ടാകും. എന്തായാലും ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. സൈനികർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. ഏതായാലും ഈ നാടിനെ സംബന്ധിച്ച് വളരെയധികം വൈകാരികമായൊരു സംഭവമായിരുന്നു. വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇവർ ഇത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ, അല്ലെങ്കിൽ ഇത്തരം ഒരു നിമിഷത്തിലൂടെ ഇവർ കടന്നു പോയിട്ടില്ല. ഇതിനു മുമ്പ് ഇത്തരം ഒരു വിലാപയാത്രയോ ഇത്രയും ഒരു പൊതുദർശനമോ ഈ നാട് കണ്ടിട്ടില്ല, ഈ നാട് അനുഭവിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമായിരുന്നു. അവരത്രമാത്രം ആദരവോടെ, ബഹുമാനത്തോടെ, ആത്മാർത്ഥതയോടെ ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഒരു സൈനികന് കൊടുക്കാൻ പറ്റുന്നതെല്ലാം ഈ നാട് നൽകിയ കാഴ്ചകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഇത് അവസാന ഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കല്ലറയ്ക്കുള്ളിൽ ഇറക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, കല്ലറയ്ക്കുള്ളിൽ ഇറക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായ തോതിൽ അവസാനിക്കും. ഈ നാട് അദ്ദേഹത്തിന്, ധീരസൈനികന് തോമസ് ചെറിയാന് വിട നൽകും. ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് കാണുന്നത്. കരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ചടങ്ങുകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം ബന്ധുക്കളും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികൾ ചേർന്ന് ഈ മൃതദേഹം ഏറ്റുവാങ്ങി. അതിനുശേഷം സൈനികരുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റുകയുണ്ടായത്. പിന്നീട് രാവിലെയോടെയാണ് സൈനിക അകമ്പടിയോടെ സ്വദേശമായ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ഈ മൃതദേഹം എത്തിച്ചത്. 1968 വിമാനാപകടത്തിൽ സൈനികൻ തോമസ് ചെറിയാൻ വിടവാങ്ങുന്നത്. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്.